ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി ഇറാൻ അമേരിക്ക ഭിന്നത വീണ്ടും മൂർച്ഛിക്കുകയാണെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഹോർമൂസ് വഴി ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു എന്ന വാർത്ത ഒരു നടുക്കത്തോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. അമേരിക്കയുടെ ഉപരോധ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ ഇപ്പോൾ എണ്ണവില കുതിച്ചുയരുകയാണ്. ഹോർമൂസിലെത്തുന്ന സൈനിക കപ്പലുകൾ തകർത്ത് കളയുമെന്ന് ഇറാന്റെ മറുപടിയും വന്നിട്ടുണ്ട്. വീണ്ടും ഈ അക്രമത്തിലേക്ക് അത് കടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ട്. സമാധാന ചർച്ച പാളിയത് ഇസ്രയേലിൻ്റെ ഒരു ഇടപെടലിനെ തുടർന്നാണെന്ന് ഇറാൻ്റെ ആരോപണം വന്നു. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഫോൺ കോളാണ് ചർച്ചകളെ കീഴ്മേൽ മറിച്ചത് എന്നുകൂടിയുള്ള വിവരങ്ങൾ വരുന്നു. ജെ ഡി വാൻസ് എന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കിട്ടിയ ഫോൺ കോളാണ് പ്രശ്നങ്ങൾ മാറ്റിമറിച്ചതെന്ന സംശയം ബലപ്പെടുന്നു. ഇപ്പോൾ ഈ സാഹചര്യത്തിനെക്കുറിച്ച് പറയാൻ മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇസ്ലാമാബാദിൽ നടന്ന ഈ ചർച്ചയിൽ. ഇന്നലെ നടന്ന ചർച്ചകളുടെ തുടക്കത്തിൽ രണ്ട് കൂട്ടരും വലിയ കടുംപിടുത്തമായിരുന്നു. ഒരുപക്ഷെ ഈ ചർച്ചകൾ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ നിന്നാണ് അത് അയഞ്ഞ് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ ന്യൂക്ലിയർ വിഷയം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഏതാണ്ട് ധാരണയായിരുന്നു. അത് കഴിഞ്ഞാണ് അപ്രതീക്ഷിതമായി ജെ ഡി വാൻസിന്റെ ഈ പത്രസമ്മേളനം വരുന്നത്. നെതന്യാഹുവിന്റെ ഒരു ഫോൺ കോൾ അതാണ് ഈ ചർച്ചകളുടെ ഗതി മാറ്റിയെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്ന് ആരോപിക്കുന്നത്. ഇതോടെ ഈ സമാധാന ശ്രമങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തിരിച്ച് ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ അങ്ങനെ ഒരു വിഷയങ്ങളിലേക്ക് ഈ ചർച്ചകളെ മാറ്റുവാൻ അമേരിക്ക ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. യുദ്ധത്തിലൂടെ ഒന്നും നേടാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ചർച്ചയിലൂടെ നേടിയെടുക്കുവാൻ അമേരിക്ക ശ്രമിക്കുകയും ചെയ്തെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുന്നേ ജെ ഡി വാൻസ് നടത്തിയ പത്രസമ്മേളനം അത് വളരെ അനാവശ്യമായിരുന്നുവെന്നും അത് അന്തരീക്ഷം വഷളാക്കിയെന്നും അരാഗ്ചി പറയുന്നു. അതുമാത്രമല്ല, ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇറാൻ തയ്യാറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ നെതന്യാഹുവും വാൻസും തമ്മിൽ സംസാരിച്ചു എന്ന ഇറാന്റെ ആരോപണത്തോട് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ ഫോൺ കോളിനെ കുറിച്ചുള്ള വാർത്തകൾ വൈറ്റ് ഹൗസും ഇതുവരെ സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ ഇത് നിഷേധിക്കുകയോ ചെയ്തിട്ടുള്ള വൈറ്റ് ഹൗസ് മൗനം തുടരുകയാണ് ഈ വിഷയത്തിൽ. അതേസമയം ഈ മിഡിൽ ഈസ്റ്റിൽ സുസ്ഥിരമായ സമാധാനം കൊണ്ടുവരാൻ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾക്ക് റഷ്യ മുൻകൈ എടുക്കുവാൻ തയ്യാറാണെന്ന് വ്ളാദിമിർ പുടിൻ പറയുകയാണ്. നിലവിലെ ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ മധ്യസ്ഥ നീക്കത്തിന് റഷ്യ സന്നദ്ധമാണെന്ന് അദ്ദേഹം ഇന്ന് ഇറാൻ പ്രസിഡന്റുമായിട്ട് ഒരു നീണ്ട ടെലിഫോൺ കോൾ ഉണ്ടായിരുന്നു. ആ ടെലിഫോൺ കോളിലാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. പുടിനും ഡൊണാൾഡ് ട്രംപുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ചില പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണിത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുവാൻ US നേവിക്ക് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിലെ എല്ലാ തുറമുഖങ്ങളിലേക്കും അതുപോലെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകളും US നാവികസേന തടയും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇറാൻ ഒരു സെക്കൻഡ് മധു, ഈ അമേരിക്കൻ നേവിയുടെ സാന്നിധ്യം എത്രമാത്രം ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ അടുത്തുണ്ട്? കാരണം അവർക്ക് നേരിട്ട് ഇടപെടാനൊരു ഉത്തരവാണല്ലോ ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ മുക്കിക്കളയും, ആക്രമിക്കുമെന്ന് ഇറാൻ്റെ മറുപടിയുണ്ട്. അപ്പോൾ ഒരു സംഘർഷത്തിൻ്റെ സാധ്യതയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? രണ്ട് രാജ്യങ്ങളും അവകാശപ്പെടുന്നുണ്ട്. അതായത് അമേരിക്കയുടെ 2 ഡിസ്ട്രോയിഡ് കപ്പലുകൾ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജുകളൊക്കെ ഉൾപ്പെടെയുള്ള വാർത്തകൾ ഒരു വശത്ത് വരുന്നുണ്ട്. അതേസമയം ഇങ്ങനെ കടന്ന ഒരു കപ്പൽ തിരിച്ചു പോകണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു റേഡിയോ സന്ദേശം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷ്വൽസുകൾ ഇറാന്റെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ എന്തുമാത്രം സ്ഥിരീകരണം ഉണ്ടെന്ന് നമുക്ക് ഈ 2 രാജ്യങ്ങളല്ലാതെ മൂന്നാമതൊരു സോഴ്സിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ആക്സിയോസ് എന്ന് പറഞ്ഞ മാധ്യമത്തിന്റെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇത് ആദ്യമായിട്ട് അമേരിക്കയുടെ ഒരു പടക്കപ്പൽ ഈ പാകിസ്ഥാനിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഈ സമുദ്രപാതയിലൂടെ കടന്നു പോയി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ കടുക്കുകയാണ്. ഈ ഇറാൻ ടോൾ നൽകുന്ന കപ്പലുകളെയൊക്കെ അന്താരാഷ്ട്ര സമുദ്ര പരിധിയിൽ വെച്ച് പിടികൂടുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട്. അമേരിക്ക ഇത് സംബന്ധിച്ച് ഓസ്ട്രേലിയയോട് എന്തെങ്കിലും സഹായം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രംപ് പറയുന്നത് ഈ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വെടി ഉതിർത്താൽ നരകത്തിൽ എത്തിക്കുമെന്ന ഒരു കടുത്ത ഭാഷയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഈ ഇറാനിയൻ തുറമുഖങ്ങൾ അമേരിക്ക ഉപരോധിക്കുമെന്നുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ നമ്മൾ ആശങ്കപ്പെട്ട ആ വാർത്ത വന്നിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില 8% വർദ്ധിച്ച് $104 എത്തിയിരിക്കുകയാണ്. ഇതിങ്ങനെ തുടരുകയാണ് ഒരുപക്ഷെ $119, $120 എത്തുമെന്നും പറയുന്നു. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിലെ ഈ നീക്കങ്ങൾ, അതായത് ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ട് നിലച്ചു എന്ന് അല്പം മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് വരുന്നുണ്ട്.
ഇതുവഴി പോകാനിരുന്ന 2 വലിയ കപ്പലുകൾ പാതി വഴിയിൽ യാത്ര നിർത്തി തിരിച്ചു പോയതായിട്ടും ഉള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ സമുദ്ര വ്യാപാര നിരീക്ഷകരായിട്ടുള്ള ലോയിഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് ആണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർ ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം ഈ അമേരിക്കയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ കീഴടങ്ങില്ലെന്ന് അവരുടെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു ഇന്നലെ പാകിസ്ഥാനിലെ ചർച്ചകൾ നയിച്ചത്. ഈ കടലെടുക്ക് ഉപരോധിക്കുമെന്നുള്ള ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ യുദ്ധം ചെയ്യാനാണെങ്കിൽ ഞങ്ങളും യുദ്ധം ചെയ്യുമെന്നാണ്. അതേസമയം ഈ അബ്ബാസ് അരാക്ചിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഈ ചർച്ച പരാജയപ്പെട്ടതിൽ ഇദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ കടുത്ത അതൃപ്തി. അദ്ദേഹം പറഞ്ഞത്, നന്മയ്ക്ക് പകരം നന്മ അല്ലെങ്കിൽ ശത്രുതയ്ക്ക് പകരം ശത്രുത എന്നുള്ള നിലയിലായിരിക്കും ഇറാൻ പോകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നത്, ഒരു ധാരണാപത്രം ഒപ്പിടാൻ ഏതാണ്ട് ഇഞ്ചുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അമേരിക്ക കൂടുതൽ കടുത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ചർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കുന്ന ഒരു രീതിയാണ് അമേരിക്ക എടുത്തതെന്നുള്ള ഒരു ആരോപണവും അദ്ദേഹം പറയുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ഈ ഹോർമൂസ് കടലെടുക്ക് നമുക്കൊരു തലവേദനയായി മാറുകയാണ്. കാരണം ഈ ഹോർമൂസ് കടലെടുക്ക് തീരുമാനിക്കും എണ്ണവില താഴണോ പൊങ്ങണോ. മാത്രമല്ല, അമേരിക്ക ഈ നാവിക സാന്നിധ്യം കൊണ്ട് ഇറാനെ അമ്പരപ്പിക്കാൻ ശ്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം അവരുടെ ഏറ്റവും വലിയ പരിചയമാണ്, കവചമാണ് ഈ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്നത്. ആ കടലെടുക്ക് വഴിയുള്ള നിയന്ത്രണത്തിലൂടെയാണ് ഇറാൻ്റെ ഒരു സുപ്രീമസി മറ്റുള്ള രാജ്യങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് തകർക്കാൻ അമേരിക്കൻ നേവി ശ്രമിക്കുകയാണെങ്കിൽ അവർ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ യുദ്ധത്തിലേക്ക് ലോകരാജ്യം മൂക്കുകുത്തി വീഴാതിരിക്കാൻ എന്തൊക്കെ ശ്രമം സമാധാനകാംക്ഷികളായ രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്ന സമയമാണിത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.